നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ ഹോട്ട് ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരമാവധി കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ? ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെന്റ് പ്രസന്റ് ഇൻ 100 gram ഓഫ് സാമ്പിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒന്നുമില്ല, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. സോഡിയം കാർബണേറ്റ് Na2CO3. സോഡിയം കാർബണേറ്റിൻ്റെ അകത്ത് സോഡിയം 100% എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ അല്ലേ? വേറെ സോഡിയം കാർബണേറ്റിൻ്റെ അകത്ത് കാർബൺ 100% എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചോ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ആൻ എലമെന്റ് സമം mass of that elements in the compound by molar mass of the compound into 100. സിമ്പിൾ ആണ്. നമുക്ക് എന്തിൻ്റെയാണോ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ മാസ് മുകളിൽ എഴുതുക, ബൈ ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ മാസ് താഴെ എഴുതുക, ഇൻറ്റു എന്താണ് 100. ഇപ്പൊ സോഡിയം കാർബണേറ്റിൻ്റെ അകത്ത് സോഡിയത്തിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ആദ്യം മുകളിൽ എന്താണ്? സോഡിയത്തിൻ്റെ മാസ് ബൈ സോഡിയത്തിൻ്റെ മോളിക്കുലർ മാസ് ഇൻറ്റു 100. സോഡിയം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് ഇൻറ്റു 100. ഓക്കെ അല്ലേ? ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? വി ക്യാൻ ചെക്ക് ദ പ്യൂരിറ്റി ഓഫ് എ ഗീവൺ സാമ്പിൾ ഓഫ് സബ്സ്റ്റൻസ്. ഒരു സാമ്പിൾ ഓഫ് സബ്സ്റ്റൻസിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കും? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഉപയോഗിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട് മോളിക്കുലർ ഫോമിലെയും എംപിരിക്കൽ ഫോമിലെയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. മോളിക്കുലർ ഫോമിലെയും എംപിരിക്കൽ ഫോമിലെയും എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കാം മക്കളെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ പെർസെന്റ് കോമ്പോസിഷൻ ഓഫ് ഈച്ച് എലമെന്റ് ഇൻ വാട്ടർ. വാട്ടറിന്റെ അകത്ത് ഓരോ എലമെന്റ്, വാട്ടറിന്റെ അകത്ത് 2 എലമെന്റുകൾ എല്ലാവർക്കും അറിയാം. എന്താണ്? H2O-ക്കകത്ത് 2 എലമെന്റ് ആണ്, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജന്റെ ഓക്സിജന്റെയും എന്താണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ചെയ്യണം ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്തണം. ഹൈഡ്രജന്റെ മാസ് എന്താ മക്കളെ പറഞ്ഞു? 1. ഓക്സിജന്റെ മാസ് എത്ര? 16 ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ മാസ് 1 പ്ലസ് 1 ഓക്സിജൻ ഉണ്ട്. ഓക്സിജന്റെ മാസ് എന്താണ്? 16. 2 പ്ലസ് 16 സമം എന്താ? 18. മനസ്സിലായോ? അപ്പം വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ആണ്. ഓക്കെ, വാട്ടറിന്റെ മോളിക്കുലർ മാസ് എന്താണ്? 18. ഹൈഡ്രജന്റെ മാസ് എത്ര? 1. ഓക്സിജന്റെ മാസ് എത്ര? 16. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആദ്യം മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജന്റെ കണ്ടെത്താം അല്ലേ? ഇവിടെ ഓക്സിജന്റെ മാസ് എത്ര? 16 അല്ലേ? ബൈ വാട്ടറിന്റെ മോളിക്കുലർ മാസ് എത്ര? 18 ഇൻറ്റു പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു എന്താണ്? 100. ഓക്കെ, വെട്ടി നമുക്ക് ചെറുതാക്കാം. 2 കൊണ്ട് വെട്ടാം. 9 2 18. 52 100. ഇനി 50 ഇൻറ്റു 16. നമുക്ക് 16 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. 6 5 30 ഇഷ്ടം 3. 1 5 5 5 3 8. 800 എന്ന് വരും അല്ലേ? അപ്പൊ എന്താണ്? 800 എന്ന് വരും. അപ്പൊ നോക്കിയേ, 800/9 എന്ന് കിട്ടും. പറഞ്ഞു 800/9 അല്ലേ? 9 8 72 80 98 72 8 ഒരു പോയിന്റ് ഇടുക, 0 ഇടുക അല്ലേ? അപ്പം എന്താണ്? 9 8
72 കിട്ടും. അപ്പം നമ്മുടെ ആൻസർ എന്താ? 88.88 എന്നങ്ങോട്ട് വരും. അതാണ് എന്ത്? വാട്ടറിൻ്റെ അകത്ത് ഓക്സിജന്റെ മാസ് പെർസെൻറ്റേജ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി രണ്ടാമത്തെ എന്താ മക്കളെ? എല്ലാത്തിനെയും കണ്ടുപിടിക്കണം. വാട്ടറിൻ്റെ അകത്ത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എന്ത് കണ്ടുപിടിക്കണം? മാസ് പെർസെൻറ്റേജ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമ്മൾ ഓക്സിജന്റെ മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. എന്നാൽ നിങ്ങൾക്ക് വാട്ടറിൻ്റെ അകത്ത് ഓക്സിജൻ മാത്രമാണ് ചോദിച്ചാൽ ഇത്രയും ചെയ്താൽ മതി. ഇനി പെർസെൻറ്റേജ് ഓഫ് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ചെയ്യണം. പറഞ്ഞു ഹൈഡ്രജന്റെ മാസ് എത്ര? 2. കാരണം 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജന്റെ മാസാണ് 1. 2 ഹൈഡ്രജന്റെ മാസ് 2 ഡിവൈഡഡ് ബൈ വാട്ടറിന് എത്ര? 18 ഇൻറ്റു 100. കണ്ടോ മക്കളെ? വെട്ടാലോ? 2 കൊണ്ട് വെട്ടാം. അപ്പം എന്താ? 9 കിട്ടും. ഇവിടെ 1 കിട്ടും. അപ്പം 100/9. 100 എന്താണ്? 100/9. ഓക്കെ അല്ലേ? 9 9 വീണ്ടും 10. 9 9 10 9 9 ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പം 11.111 എന്ന് വരും. എന്നുവെച്ചാൽ ഏകദേശം 11.2 നമുക്ക് എടുക്കാം. എന്തിൻ്റെ മാസ് പെർസെൻറ്റേജ്? ഹൈഡ്രജന്റെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ മക്കളെ? ഏതിൻ്റെയാണോ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ മാസ് മുകളിൽ എഴുതുക ബൈ ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ മാസ് ഇൻറ്റു 100. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെയ്യാം. ഫൈൻഡ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് വാട്ടർ. അത് നമ്മൾ ചെയ്തതാണ്. ഈച്ച് എലമെന്റ് ഓഫ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാം. ഇങ്ങോട്ട് നോക്കാം. കാൽസ്യം കാർബണേറ്റിൻ്റെ അകത്ത് കാൽസ്യത്തിൻ്റെ മാസ് പെർസെൻറ്റേജ്. കാൽസ്യം കാർബണേറ്റിൻ്റെ അകത്ത് കാൽസ്യത്തിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടെത്തേണ്ടത്. കാൽസ്യത്തിന്റെ മാസ് എത്ര മക്കളെ? 40 ആണ്. കാർബണിന്റെ മാസ് എത്ര? 12 ആണ്. ഓക്സിജന്റെ മാസ് എത്ര? 16 ആണ്. അങ്ങനെയാണ് ഇവിടെ കാൽസ്യം എത്ര ഉണ്ട്? 1. കാൽസ്യത്തിന്റെ മാസ് എന്താണ്? 40 പ്ലസ് കാർബൺ 1. കാർബണിന്റെ മാസ് 12 പ്ലസ് ഓക്സിജൻ 3. ഓക്സിജന്റെ മാസ് 16. പറഞ്ഞേ 40 × 1 40 പ്ലസ് 12 പ്ലസ് 16. ഓക്കെ അല്ലേ? 16 അല്ല, 16 × 3 എത്ര വരും? 48 വരും. 48 48ഉം 2ഉം അല്ലേ? 50ഉം 10ഉം 60 100 എന്ന് വരും. നമുക്ക് കാൽസ്യത്തിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാൽസ്യത്തിന്റെ മാസ് എത്ര? 40. കാൽസ്യം കാർബണേറ്റിന്റെ മോളിക്കുലർ മാസ് എത്ര? 100 അല്ലേ? ഇൻറ്റു 100. വെട്ടിക്കളയാൻ ഇതും കൂടെ വെട്ടാം. 100 100 അപ്പം 40% എന്ന് വരും. എന്നാൽ ഇതിനകത്ത് കാൽസ്യം കാർബണേറ്റിന്റെ അകത്ത് കാർബണിന്റെ മാസ് പെർസെൻറ്റേജ് ചോദിച്ചാൽ ഒന്നുമില്ല. കാർബണിന്റെ മാസ് 12 ബൈ കാൽസ്യം കാർബണേറ്റിന്റെ മോളിക്കുലർ മാസ് 100 ഇൻറ്റു 100. 12% കിട്ടും. മനസ്സിലായോ? കാർബണിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ കാർബണിന്റെ മാസ് 12 ബൈ 100 കാൽസ്യം കാർബണേറ്റ് ഇൻറ്റു 100. വെട്ടിക്കളയുമ്പോൾ 12% എന്ന് കിട്ടും. ഇനി ഓക്സിജന്റെ ആണെങ്കിൽ ഓക്സിജന്റെ മാസ്, ഓരോ ഓക്സിജന്റെ മാസ് 16 ആണ്. ഓക്സിജന്റെ ആണെങ്കിൽ ഓരോ ഓക്സിജന്റെ മാസ് 16 ആണ്. 3 ഓക്സിജന്റെ മാസ് 48 ബൈ നമുക്കറിയാം കാൽസ്യം കാർബണേറ്റ് മോളിക്കുലർ മാസ് 100 ഇൻറ്റു 100. വെട്ടിക്കളയുമ്പോൾ 48%. ഇങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്രൗൺ അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് സെറ്റല്ലേ മക്കളെ? ഓക്കെ.